ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഏറ്റവും പുതിയ സാമ്പത്തിക സഹായ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. അപ്പോൾ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ അർഹരായ സ്ത്രീകൾക്ക് മാസം തോറും 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്നതാണ്. സർക്കാർ ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സുരക്ഷാ പദ്ധതിയിലൂടെ ആർക്കൊക്കെയാണ് സാമ്പത്തിക സഹായം നൽകുന്നത്, എങ്ങനെയാണ് ഇത് നടപ്പാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിനുള്ള യോഗ്യതകൾ എന്നൊക്കെ നോക്കാം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. അടുത്തതായിട്ട് കേരളത്തിൽ സ്ഥിരതാമസമുള്ളവരായിരിക്കണം. അടുത്തത് സ്ത്രീകൾക്കും ട്രാൻസ്വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കും അപേക്ഷിക്കാം. അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ സർക്കാരിൻ്റെ മറ്റുള്ള ക്ഷേമ പെൻഷനുകളൊന്നും തന്നെ ലഭിക്കുന്നവരായിരിക്കരുത്. അതുപോലെ അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽ വരുന്ന മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡ് എന്നീ റേഷൻ കാർഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അർഹതയില്ലാത്തത് ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അർഹതയില്ലാത്തവർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായി പറയാം. അതായത് നിങ്ങൾക്ക് നിലവിൽ സർക്കാരിൽ നിന്നുള്ള വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വിവിധ സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, EPF പെൻഷൻ തുടങ്ങിയ ഏതെങ്കിലും ഒന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ നിലവിൽ മറ്റൊരു സർക്കാർ സഹായവും പെൻഷനും ലഭിക്കാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു പദ്ധതി. ഇനി അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ, അതുമല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ, ഇവിടെയൊക്കെ സ്ഥിരമായിട്ടോ അല്ല എങ്കിൽ കരാറടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയില്ല. ഇപ്പം നമ്മളിവിടെ ഈ പദ്ധതിയിലേക്ക് അർഹരായവരെയും അനർഹരായവരെയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. സർക്കാരിൻ്റെ പുതിയ സർവീസ് പോർട്ടലായ KSMART വഴിയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. KSMART.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയവയിലെ സെക്രട്ടറിമാർക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്നുള്ളതൊന്ന് നോക്കാം. നിങ്ങളുടെ പ്രായം തെളിയിക്കുന്നതിനുള്ള ഒരു പ്രൂഫ് വേണം. അതിനായിട്ട് ഇവിടെ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. അടുത്തത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി കരുതുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് തുടങ്ങിയവയാണ് വേണ്ടത്. അടുത്തതായി വേണ്ടത് ആധാർ കാർഡാണ്. അപ്പോൾ ആ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പിയും കൂടെ കയ്യിൽ കരുതുക. അടുത്തതായി വേണ്ടത് അപേക്ഷയോടൊപ്പം നിങ്ങൾ നൽകുന്ന വിവരങ്ങളെല്ലാം ശരിയാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ആവശ്യമുള്ള രേഖകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന ഈ ഒരു പദ്ധതി പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക. കൂടാതെ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുത്ത് പരമാവധി എല്ലാ ആളുകളിലേക്കും എത്തിക്കുക. നിങ്ങൾ കാരണമായി ഒരാൾക്കൊരു സഹായം ലഭിക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.